നമസ്കാരം. സി ന്യൂസ് ലൈവ് സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിസിലി ജോൺ. കത്തോലിക്ക സഭയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ശ്രദ്ധ വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്നും വെളുത്ത പുക ഉയരാനുള്ള കാത്തിരിപ്പ്. പുതിയ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് നാളെ ആരംഭിക്കുമ്പോൾ 133 കർദിനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. 133 പേരും റോമിൽ എത്തിച്ചേർന്നതായി ഹോളിസി പ്രസ് ഓഫീസ് ഡയറക്ടർ മാറ്റിയോ ബ്രൂണി തിങ്കളാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 135 കർദിനാൾമാർക്കാണ് യഥാർത്ഥത്തിൽ വോട്ടവകാശമുള്ളത്. ഇറ്റാലിയൻ കർദിനാൾ ആഞ്ചലോ ബെച്ചുവും സ്പെയിനിലെ കർദിനാൾ അന്റോണിയോ കനിസാരെ ലൊവേറയും ആരോഗ്യകരമായ കാരണങ്ങളാൽ പങ്കെടുക്കില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചു. മെയ് 7 പ്രാദേശിക സമയം വൈകിട്ട് 4:30 കോൺക്ലേവ് ആരംഭിക്കും. ഇതുവരെയുള്ള കോൺക്ലേവുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കർദിനാൾമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് ആയിരിക്കും ഇത്തവണത്തേത്. 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാർക്കാണ് മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യാനുള്ള അവകാശം. മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി 3 പദവികളിലേക്കാണ് ഉയർത്തപ്പെടുന്നത്. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, റോം അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത, വത്തിക്കാൻ എന്ന രാജ്യത്തിന്റെ തലവൻ. ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായ കോൺക്ലേവ് 3 വർഷം നീണ്ടു നിന്നതായിരുന്നു. ക്ലെമന്റ് 4 മാർപ്പാപ്പയുടെ മരണശേഷമായിരുന്നു അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കാലദൈർഘ്യം നേരിട്ടത്. നവംബർ 1268 മുതൽ സെപ്റ്റംബർ 1271 വരെ 1006 ദിവസങ്ങളെടുത്തു പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ. അക്ഷമരും ക്ഷുഭിതരുമായ റോമൻ ജനത കർദിനാൾമാരെ പുറത്തുനിന്ന് പൂട്ടിയിട്ടു. അന്ന് കർദിനാൾമാർക്ക് പുറത്തു പോകുവാനും വരാനും നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അത് പുറം ലോകത്തു നിന്ന് സ്വാധീനം ചെലുത്താൻ കാരണമായി. ഇറ്റലിക്കുള്ളിൽ തന്നെ വിറ്റർബോ എന്ന സ്ഥലത്തുള്ള പേപ്പൽ പാലസിലായിരുന്നു അന്ന് കർദിനാൾമാർ ഒത്തുകൂടിയിരുന്നത്. അതിനുശേഷമാണ് അപ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രിഗറി 10 മാർപ്പാപ്പ തെരഞ്ഞെടുപ്പ് സമയത്ത് കർദിനാൾമാർ പുറത്തു പോകാൻ പാടില്ല എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത്. അതിനുശേഷം കോൺക്ലേവ് എന്ന പേരിൽ കർദിനാൾമാരുടെ യോഗം അറിയപ്പെട്ടു. അണ്ടർ ലോക്ക് ആൻഡ് കീ എന്നാണ് ഈ പദം അർത്ഥമാക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ കോൺക്ലേവ് നടന്നത് 1503 പയസ് 3 മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തപ്പോഴായിരുന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രമായിരുന്നു ആ കോൺക്ലേവ് നീണ്ടുനിന്നത്. നാളെ തുടങ്ങുന്ന കോൺക്ലേവ് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് ആർക്കും അറിയില്ല. സഭാമക്കൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുകയാണ് അവരുടെ പുതിയ ഇടയനു വേണ്ടി.